നൈജീരിയയിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ കത്തോലിക്ക മതബോധന അധ്യാപകനെയും അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. പ്രദേശത്ത് ഭീതിയും സംഘർഷവും വർദ്ധിച്ചതോടെ 95% ഗ്രാമവാസികളും വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. കട്നായിലെ കജുരു ലോക്കൽ ഗവൺമെന്റ് പരിധിയിലുള്ള ഗ്രാമങ്ങളിലാണ് സായുധധാരികളായ കൊള്ളക്കാർ അതിക്രമിച്ചു കയറിയത്. വെടിയുതിർത്തും വീടുകൾക്ക് തീവച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം മതബോധനാധ്യാപകനായ ഡാനിയൽ ഇറ്റാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഇവരെവിടേക്കാണ് കൊണ്ടുപോയതെന്നോ നിലവിലെ അവസ്ഥ അറിവായിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഗ്രാമങ്ങൾ വിടുകയാണ്. നിലവിൽ പല ഗ്രാമങ്ങളും പൂർണ്ണമായും വിജനമായി കഴിഞ്ഞു. കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും കഴിഞ്ഞിരുന്ന സാധാരണക്കാർ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലോ ബന്ധുവീടുകളിലോ ആണ് കഴിയുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഗ്രാമവാസികൾ പരാതിപ്പെടുന്നു. തട്ടിക്കൊണ്ടുപോയവരെ ഉടൻ മോചിപ്പിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കണമെന്നും സഭാ അധികാരികൾ ആവശ്യപ്പെട്ടു. അക്രമികൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല. മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്.